നമസ്കാരം. സാധാരണക്കാർ ഏറെ ആശ്രയിക്കുന്ന ഗതാഗത മാർഗമാണ് ട്രെയിൻ. റോഡ് ഗതാഗതത്തെ അപേക്ഷിച്ച് ചെലവ് കുറഞ്ഞതും വേഗത ഉള്ളതും ആയതിനാലാണ് ട്രെയിൻ ഏറെ ജനപ്രിയമാകുന്നത്. എന്നാൽ ട്രെയിൻ യാത്രകൾ അപൂർവമായി സുരക്ഷിതമല്ലാതെ അനുഭവപ്പെടാറുമുണ്ട്. അതിക്രമവും പിടിച്ചുപറിയും മോഷണവുമെല്ലാം പണ്ടത്തെ പോലെ രൂക്ഷമല്ല എങ്കിലും ഇപ്പോഴും അനുഭവപ്പെടാറുണ്ട്. ഇതിന് പുറമെയാണ് ട്രെയിനിന് നേരെ ഉണ്ടാകുന്ന കല്ലേറും. ട്രെയിനുകൾക്ക് നേരെയുണ്ടാകുന്ന കല്ലേറ് മൂലം വൻ നാശനഷ്ടമാണ് റെയിൽവേക്കും ഖജനാവിനും ഉണ്ടാകുന്നത്. വന്ദേ ഭാരത് ട്രെയിനുകൾക്ക് നേരെയാണ് കൂടുതൽ ആക്രമണങ്ങളും. വന്ദേ ഭാരത് ട്രെയിനുകളിൽ ഏത് സ്ഥലത്ത് നിന്നാണോ കല്ലേറുണ്ടായത് ആ ലൊക്കേഷൻ അടക്കം റെക്കോർഡ് ചെയ്യാനുള്ള സംവിധാനം ഉള്ളതുകൊണ്ട് നടപടിയും വേഗത്തിലാകാറുണ്ട്. ഇപ്പോഴിതാ യാത്രക്കാരുടെയും ട്രെയിനിൻ്റെയും സുരക്ഷ മുൻനിർത്തി യാത്രാ ട്രെയിനുകളിലും CCTV ക്യാമറകൾ സ്ഥാപിക്കുവാൻ റെയിൽവേ മന്ത്രാലയം തീരുമാനമെടുത്തിരിക്കുകയാണ്. ഓരോ കോച്ചിലും 4 CCTV ക്യാമറകളാണ് സ്ഥാപിക്കുക. എഞ്ചിനുകളിൽ 6 ക്യാമറകളും സ്ഥാപിക്കും. ഇന്നലെ കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവും റെയിൽവേ സഹമന്ത്രി രവ്നീത് സിംഗ് ബിട്ടുവും ഉൾപ്പെടെ നടത്തിയ യോഗത്തിനു ശേഷമാണ് ക്യാമറകൾ സ്ഥാപിക്കുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമായത്. നേരത്തെ പരീക്ഷണാടിസ്ഥാനത്തിൽ ചില ട്രെയിനുകളിൽ CCTV ക്യാമറകൾ സ്ഥാപിച്ചിരുന്നു. ക്യാമറ സ്ഥാപിച്ച ട്രെയിനുകളിൽ യാത്രക്കാരുടെ സുരക്ഷയെ ബാധിക്കുന്ന സംഘടിത കുറ്റകൃത്യങ്ങൾ ഗണ്യമായി കുറഞ്ഞുവെന്ന റിപ്പോർട്ടുകളെ തുടർന്നാണ് എല്ലാ ട്രെയിനുകളിലും ക്യാമറ സ്ഥാപിക്കുവാൻ തീരുമാനിച്ചത്. 74,000 പാസഞ്ചർ ട്രെയിൻ കോച്ചുകളിലും 15,000 എഞ്ചിനുകളിലും ഇതോടെ ക്യാമറകൾ സ്ഥാപിക്കും. 100 കിലോമീറ്റർ വേഗതയിൽ പോലും കുറഞ്ഞ പ്രകാശത്തിലും വ്യക്തതയോടെ ദൃശ്യങ്ങൾ പകർത്തുവാൻ സാധിക്കുന്ന അത്യാധുനിക ക്യാമറകളാണ് സ്ഥാപിക്കുന്നത്. 360 ഡിഗ്രിയിൽ നിന്നുള്ള ദൃശ്യങ്ങളും ഈ ക്യാമറകൾ ഒപ്പിയെടുക്കും. കോച്ചുകളിലേക്ക് പ്രവേശിക്കുന്ന വാതിലുകളോട് ചേർന്നാകും 2 വീതം ക്യാമറകൾ സ്ഥാപിക്കുക. ലോക്കോമോട്ടീവുകളിൽ 6 വീതമാണ് സ്ഥാപിക്കുക. മുന്നിലും പിന്നിലും ഓരോന്ന് വീതം. ക്യാബിനുള്ളിൽ മുന്നിലും പിന്നിലും 1 വീതം. ലോക്കോമോട്ടീവിൻ്റെ വശങ്ങളിൽ ഓരോന്ന് വീതം എന്നിങ്ങനെയാകും ക്യാമറകൾ സ്ഥാപിക്കുക. എഞ്ചിനിലെ ക്യാമറകൾ ശബ്ദവും പിടിച്ചെടുക്കും. കല്ലെറിയൽ പോലെയുള്ള ട്രെയിനുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ പോലും ഇതിലൂടെ തിരിച്ചറിയുവാൻ സാധിക്കും. എങ്കിലും യാത്രക്കാരുടെ സ്വകാര്യതയെ ബാധിക്കാത്ത തരത്തിലാകും ക്യാമറകൾ സ്ഥാപിക്കുക. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.